അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വിലപ്പെട്ട കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നാം അധിക പേരും, ഞാനടക്കം, രാത്രി 12 മണി വരെയും ന്യൂസുകൾ നോക്കുന്നു. എന്നിട്ട് രാവിലെ അത്താഴത്തിന് ഉണർന്നാലും നാം ആദ്യം നോക്കുന്നത് മൊബൈൽ എടുത്തിട്ട് ന്യൂസുകളാണ്. നാം വിചാരിക്കുന്നത് അതിൽ വരുന്നതെല്ലാം സത്യം. ന്യൂസുകൾ ഇറാന് സപ്പോർട്ടായിട്ടുള്ള ചില ന്യൂസുകളുണ്ട്, ഇസ്രയേലും അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ന്യൂസുകളുണ്ട്. കാരണം ഇവിടെ രണ്ട് വിഭാഗമുണ്ടാകുമല്ലോ. ഇറാന് സപ്പോർട്ടുള്ളവർ ആ ചാനൽ നോക്കും, അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ള ആൾക്കാർ മറ്റേ ചാനൽ നോക്കും. ഏതായാലും അവർക്ക് റീച്ച് കിട്ടണം, ഇതാണ് അവരുടെ ഉദ്ദേശം. നാം ഇതിനെ സത്യമെന്ന് നമ്മുടെ വിലപ്പെട്ട സമയമാണ് നാം കളയുന്നത്. നോക്കൂ, ഇന്ന് നോമ്പ് 15 അപ്പോൾ ഇനി കിട്ടിയാൽ 15 നോമ്പ്. നമ്മുടെ ഈ 15 നോമ്പിൽ നാം എത്ര ഖത്തം ഓതി, എത്ര ഫർള് നിസ്കാരം അദായിട്ട് ഇമാം ജമാഅത്തെ നാം നിസ്കരിച്ചു. അല്ലാത്ത മാസങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാളും എത്ര റകഅത്ത് സുന്നത്തുകൾ നാം അധികരിപ്പിച്ചു. നാം ഓരോരുത്തരും ഹിസാബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നാം ധാരാളം ഖുർആൻ ഓതുകയും അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കുകയും മഗ്ഫിറത്തിനെ ചോദിക്കുകയും നാം നരകത്തിനെ തൊട്ട് ഇത്ഖിനെ ചോദിക്കുകയും ചെയ്ത് ജീവിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ റമദാൻ നമ്മിൽ നിന്ന് വിട്ട് പിരിഞ്ഞാൽ അടുത്ത റമദാനിൽ ആരാണ് ജീവിച്ചിട്ടുള്ളത് എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. അപ്പം നമ്മുടെ ഈ വിലപ്പെട്ട സമയം ഈ കാണുന്ന ചാനലുകളും ന്യൂസുകളും വാട്സപ്പിലും മറ്റും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നോക്കുന്നതിനേക്കാളും നാം സ്വാലിഹായ അമലുകൾ ചെയ്ത് ബുദ്ധിമുട്ടുന്ന മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.